നമ്മളിപ്പോൾ നമ്മുടെ 3 ആഴ്ചത്തെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ട്രിപ്പാണ്. ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് അല്പം കുറച്ച് ഉള്ളി 25 ടൺ ഉള്ളി കയറ്റിക്കൊണ്ട് നമുക്ക് പോളണ്ടിലെ ഷെബോഷിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ട്രിപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ലോഡ് കയറ്റേണ്ട സ്ഥലത്തെത്തി. ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത്, പക്ഷേ അവിടെ തൊട്ടടുത്തൊരു ഫുട്പാത്തിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടേക്ക് പോകാനായിട്ടുള്ള വഴി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. അങ്ങോട്ട് വഴി ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിപ്പോയി അത് ചെക്ക് ചെയ്ത് ഓക്കെയാണ് വണ്ടിയൊക്കെ പോകുമെങ്കിൽ നമുക്ക് തിരിച്ചിവിടെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ലോഡിങ്ങിൻ്റെ വിശേഷങ്ങൾ ഞാനൊരു വ്ളോഗായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പോകേണ്ട സ്ഥലം ഈ കാണുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വളവ് തിരിഞ്ഞ് വരുന്നത് ഇത്തിരി ടാസ്ക് പിടിച്ച സ്ഥലമാണ്. ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ വണ്ടി ഒരു ഫുട്പാത്തിൽ ഒതുക്കിയിട്ടുണ്ട്. റോഡ് സൈഡിലാണ്, ഒരു ഫുട്പാത്തിലാണ്. ഇനി അങ്ങോട്ട് ഒന്ന് നടന്നു ചെന്ന് നോക്കാം. ഹസാർഡ് ഇൻഡിക്കേറ്റർ ഓണാക്കിയിട്ടേക്കാം. വണ്ടികളൊന്നും വരുന്നില്ല. വല്ല പുറത്തിറങ്ങും. ചെറിയ വഴി പോയി നോക്കിയാലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. വണ്ടി ഇട്ടിരിക്കുന്നത് എങ്ങനെയാട്ടോ. അങ്ങനെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വാസ്തവത്തിൽ ഫുട്പാത്തിലൊന്നും ഇടാൻ പാടില്ലാത്തതാണ്. പിന്നെ നിലവിൽ നമുക്കിവിടെ റോഡിൻ്റെ 2 സൈഡിലും സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നില്ല. ഈ കാണുന്ന ചെറിയ വഴിയിലാണ് നമുക്ക് പോകേണ്ടത്. ഞാനിവിടെ വന്നിങ്ങനെ റൈറ്റിലേക്ക് തിരിയാനായിട്ട് നോക്കിയപ്പോൾ ഈ വഴി ഭയങ്കര ചെറുതാണെന്ന് തോന്നി. ഇത്രയും ചെറിയ വഴിയിലേക്ക് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താകും എന്ന് വിചാരിച്ചിട്ടാണ് പോകാതിരുന്നത്. കുഴപ്പമില്ല, അറ്റം വരെ അങ്ങ് നടന്നു നോക്കാം. കാണുന്ന ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വണ്ടി കൊണ്ടുപോകാമെങ്കിൽ നമുക്ക് ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഈ ചെറിയ വഴിയുടെ അറ്റത്തേക്ക് നമ്മൾ നടന്നെത്തി. ഇവിടെയാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കണ്ട ലൊക്കേഷൻ. പക്ഷെ ഇവിടെ തന്നെ ആണോ എന്ന് ഉറപ്പില്ല. അവിടെ എന്തൊക്കെയോ കൂട്ടിയിട്ടുണ്ട്. ഉള്ളിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ ഒരു ഉള്ളിയുടെ പടമുള്ള ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പോളണ്ടിലേക്കുള്ള ലോഡാണ്. റോത്ത. ഇത് ഉള്ളിയുടെ കമ്പനിയാണെന്നാണ് തോന്നണത്. ആരെങ്കിലും കാണുമെന്ന് നോക്കാം. അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലമാണല്ലോ. എന്നൊരു കാര്യം, ഞാൻ തിരിച്ചു പോയിട്ട് വണ്ടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാനാണെങ്കിൽ ആ ഫുട്പാത്തിലിട്ടിരിക്കുന്നത് അത്രയും സുഖമുള്ള പരിപാടിയല്ല. തിരിച്ച് വീണ്ടും ഇടനാഴികളിലേക്ക് അങ്ങറ്റത്ത് നമ്മുടെ ട്രക്ക് കിടക്കുന്നുണ്ട്. തിരിച്ച് നടന്ന് ട്രക്കിലേക്ക് പോവാണ്. തിരിച്ചു പോയി ട്രക്ക് എടുക്കാം. ഇങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. നല്ല ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലം. പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലെ കറിവേപ്പില പോലത്തെ ഒരു ഇല. സൈഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ. ഇതിപ്പോൾ ബസ്സിൻ്റെ സൈനാണോ ഇത് റോഡിൻ്റെ സൈനാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. വണ്ടി അങ്ങനെ ഇവിടെ കിടക്കുന്നു. ഒരു ചേട്ടൻ ബൈക്കുമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോയും കൂടെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനി കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് പോകണം. എന്നാലാണ് വണ്ടി തിരിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. ന്യൂട്രലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എല്ലാം തെളിഞ്ഞു. സ്റ്റാർട്ടായി. ഹസാർഡ് ഓഫ് ചെയ്യുക. ഓക്കെ, വലിയ പ്രശ്നമില്ലാതെ വഴി കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഞാനൊരു ട്രൈപോഡിലാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ചില സമയങ്ങളിൽ കാണുന്നതിനൊക്കെ പ്രശ്നം വരാറുണ്ട്. Prepare to turn right after 750 meters.
ഈ വഴിയുടെ അറ്റത്ത് പോയിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് വരാനായിട്ട്. പക്ഷെ റൗണ്ട് അബൌട്ടോ കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തിരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ചെറിയ റോഡാട്ടോ ഇതൊരു 15 ടൺ വരെയുള്ള വാഹനങ്ങൾ പോകാവുന്ന റോഡാണ്. പക്ഷേ ഇതുപോലുള്ള ചെറിയ കമ്പനികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വഴികളിൽ കൂടെ വരാതിരിക്കാനും പറ്റില്ല. ഒരു അമ്മാമ്മ നല്ല ചവിട്ടിയ കാറുകാരനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലം നമുക്ക് കാണുന്നുണ്ട്, ഇവിടെ തിരിക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് റിവേഴ്സ് വെച്ചാൽ പോകാൻ പറ്റും, തിരിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വട്ടം തിരിച്ചെടുക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കുത്തി തിരിച്ചു കേട്ടോ, വണ്ടി കുത്തി തിരിച്ച ടിപ്പറൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കുത്തി തിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തിരിക്കൽ നടക്കത്തില്ല. ട്രക്കാവുമ്പോൾ കുറച്ചുകൂടെ ഒരു നീളം കൂടുതലുണ്ട്. നമ്മുടെ ടിപ്പറിന് ശകലം നീളം കുറവായതുകൊണ്ട് ഇവിടെ തന്നെ വട്ടം തിരിക്കാൻ പറ്റും. ആ സ്ഥലം മതിയായിരുന്നു. പക്ഷെ എല്ല് പോലെ തല തിരിയും, എല്ല് പോലെ തല തിരിഞ്ഞ് വാലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് റിസ്ക്കാണ്. ബാക്കിലെ സൈഡ് നമുക്ക് എപ്പോഴും കണ്ണ് വേണം. അടുത്ത് പോസ്റ്റോ കുറ്റിയോ ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം അങ്ങനെ തിരിക്കാനായിട്ട്. അതിന് പണി കിട്ടും. ഓക്കെ, നമ്മൾ എത്തി. നമ്മൾ ആദ്യം വണ്ടി നിർത്തിയിട്ടത് ഈ വളവിലാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടത്. അപ്പാപ്പം നിൽക്കണു, അപ്പാപ്പം പുല്ല് പറിക്കുന്നു. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. ചെറിയ വഴിയാണ്, സൂക്ഷിച്ച് കയറി പോകാനാണ് നമുക്കിപ്പോൾ ഉള്ള ടാസ്ക്. കുഞ്ചു വഴി സേട്ടാ. നമ്മുടെ കമ്പനിയിലൊരു തമിഴൻ അണ്ണനുണ്ട്, പുള്ളി പറയണ കുഞ്ചു വഴി സേട്ടാ, കുഞ്ചു വഴി. ടാസ്ക് എന്ന് പറഞ്ഞാൽ മുട്ടൻ ടാസ്ക്കാണ്. നമ്മുടെ കണ്ണാടിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, രണ്ട് സൈഡിലും ഫുൾ ടൈറ്റാണ്. ഈ റോട്ടിൽ ഇനി ഒരു വണ്ടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനായിട്ട് സാധിക്കില്ല. നാവിഗേഷനും വട്ടുപിടിച്ചു, എനിക്കും വട്ടുപിടിച്ച്. ഇങ്ങനെയൊക്കെയുള്ള വഴി കൂടെയാണ് നമ്മുടെ യാത്ര. ഉള്ളിക്കമ്പനിയിലേക്ക് എത്തി. റൈറ്റിലേക്ക് തിരിയാം. എന്തായാലും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതാണ് നമ്മൾ ആദ്യം നടന്ന് നോക്കുന്നത്. നോർമലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഒന്ന് നടന്നു പോയി നോക്കിയിട്ടാണ് നമ്മൾ വണ്ടിയായിട്ട് വരുള്ളൂ. കാരണം ഇല്ല ഈ പണി പാടുവേ. നമ്മൾ വിചാരിക്കണ പോലെയൊക്കെ ചിലപ്പോൾ ലോക്കായി പോകും. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇപ്പം എന്തായാലും കുഴപ്പമില്ല, നമുക്കിവിടെ വണ്ടി ഇടാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ആളാരാണ് എന്താണെന്നൊക്കെ ഒന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ വണ്ടി ഒതുക്കി മോട്ടറിലാക്കുക, ഓഫ് ചെയ്യുക. ഓക്കെ, ഒതുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ആൾക്കാരെ കണ്ടുപിടിച്ചാൽ മതി. വന്ന് ഉള്ളികളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ ഒരു സ്ഥലത്തെത്തിയിട്ടാ. ആൾക്കാരൊന്നും കാണുന്നില്ല. ഹലോ ഹലോ, ഇങ്ങനെയുള്ള ബോക്സുകളിലാണെന്ന് തോന്നുന്നു ഇവർ ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവിടെ വന്ന് ആൾക്കാരൊന്നും കാണുന്നുമില്ല. ഇവിടെ എക്യുപ്മെൻറ്റ്സൊക്കെ ഇരിക്കുന്നുണ്ട്, വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്, വണ്ടിയുണ്ട്. ഈ സാധനം മറ്റേ ലോഡ് ചെയ്യണ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബോക്സിനകത്താണ് ഉള്ളി എന്ന് തോന്നുന്നു. ഇവിടെ നല്ല ഉള്ളിയുടെ മണമുണ്ട്. ഒരുമാതിരി സിനിമ ഷൂട്ടിങ് നടക്കുന്ന കോട്ട പോലെ. എന്താ ബോക്സൊക്കെ കാലിയാണല്ലോ.
ഇപ്പം ഇവിടെ അല്ലേ? ഉള്ളിയുടെ മണമുണ്ട്, ബോക്സൊന്നും കാണുന്നില്ല, ഒരു മനുഷ്യനുമില്ല. എന്താ ഇവിടെ ഇപ്പോൾ? ഇവിടെ ആളുണ്ടോ? ഇവിടെ ആള്, ഇവിടെ എന്താ വയറിൻ്റെ സ്ഥലം? വീട് കയറി തുറന്നാലാളുണ്ടോ? ഇവിടെ ആൾക്കാരില്ല. എന്താ താമസം ഇത്? ഒരു സുഖമില്ല. ഈ ഡോർ എന്താണ്? ഇത് വരുന്ന എന്തൊക്കെയോ സ്റ്റോറേജ് മുറികളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ആൾക്കാരെ കാണുന്നില്ല. ഇതെന്താണ് പരിപാടി എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, നോക്കാം. ഇപ്പുറത്ത് വേറെ സ്ഥലത്ത് വന്നപ്പോൾ വലിയൊരു ട്രാക്ടർ കേട്ടോ. എൻ്റെ പൊന്നെ, ഇതെന്താ സാധനം? ഇത് ഒരു അജാനബാഹു സാധനം. ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാരില്ല. ഇനി ആ അറ്റത്ത് കാണുന്ന കെട്ടിടത്തിലൊന്ന് പോയി നോക്കാം. അങ്ങനെ ഈ കെട്ടിടത്തിനകത്ത് വന്നു. ഇവിടെ ഉള്ളിലൊക്കെ ഇരിക്കണ്ടല്ലോ. ഇവിടെ ആളുണ്ട് കേട്ടോ. ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. ചേട്ടന്മാർ പണിയെടുക്കുന്നുണ്ട്. ഓഹോ, വലിയ ബാഗിനകത്തൊക്കെ ഉള്ളി നിറച്ച് വെച്ചേക്കും കേട്ടോ. ഇതൊക്കെ 10-100 കിലോയുടെയൊക്കെ ചാക്കാൻ തോന്നും. ഇതിലോട്ട് പോയിട്ടൊന്ന് ചോദിച്ചോട്ടെ. ആൾക്കാരെ കണ്ടുപിടിച്ചു കേട്ടോ. നമുക്കിനി വണ്ടി കൊണ്ടുവരേണ്ടത് ഈ സ്ഥലത്താണ്. ഈ കാണുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇവിടെ ഉള്ളി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ പാടത്തുനിന്നൊക്കെ കൊണ്ടുവരണേന്ന് തോന്നും. പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം. ലോഡ് ചെയ്യണ ചേട്ടൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. വണ്ടിയെടുത്തു തിരിച്ചു പോരാം. എല്ലൂത്ത് തിരി പോലത്തെ തിരിയാട്ടോ. കമ്പനിയുടെ പുറകുവശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വന്ന് റിവേഴ്സ് ഇട്ട് പോകണമെന്നാണ് അവർ പറഞ്ഞത്. റിവേഴ്സ് ഇടണമെങ്കിൽ അവിടെ നിന്നോടെ വട്ടം തിരിക്കണം. എല്ല് തിരിച്ച് ബാക്ക് കണ്ട എല്ല് കുത്തി തിരിയുന്നത്. കുത്തിത്തിരിച്ചുള്ള ഓട്ടങ്ങളാണ് മൊത്തം. ഇടത്തേക്ക് പിടിച്ചാൽ ഇടത്തേക്ക് പോകും, ഇടത്തേക്ക് പിടിച്ചാൽ വലത്തേക്ക് പോകും. അങ്ങനെ അവന്മാർ പറഞ്ഞ പോലെ വണ്ടി കൊണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറ ഓഫ് ചെയ്തു. ഈ സാധനം കൊണ്ടാണ് നമുക്ക് ലോഡ് ചെയ്യാൻ പോകുന്നത്. JCBയുടെ വണ്ടിയാണ്. അതിനകത്ത് നിറച്ചുള്ളി. ഉള്ളിയുടെ ഗോഡൗണാണേ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നിറച്ചുള്ളി കൂട്ടിയിട്ടിരിക്കുക. നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലാണ് നമുക്ക് ലോഡിങ് നടത്താനുള്ളത്. അങ്ങനെ പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ. ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് ഇടാനുള്ള പരിപാടിയാണ്.
ഇതാണ് ലോഡിങ് പ്രോസസ്സ്. ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് അവർ ലോഡ് ചെയ്യും. ഈ വണ്ടിയിൽ തന്നെ ലോഡൊക്കെ എത്രയായി എന്നുള്ളതൊക്കെ അറിയാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ വണ്ടിയിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മുടെ വണ്ടിയിലും ടണ്ണേജ് അറിയാനുള്ള സംവിധാനമുണ്ട്. ഏറെക്കുറെ 40 ടണ്ണോളമാണ് നമ്മൾ ലോഡ് കയറ്റുക. ജർമ്മനിയിൽ മാക്സിമം നമുക്ക് 40 ടണ്ണാണ് വണ്ടി അടക്കം. വണ്ടിക്ക് 15 ടണ്ണുണ്ട്. അങ്ങനെയാണ് നമുക്ക് ലോഡ് ചെയ്ത് കിട്ടാറ്. ബാക്കി ലോഡ് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ നമുക്ക് മുകളിൽ കയറി നോക്കാം. ഇവരെന്തോ ഒരു ലോഡ് ചെയ്തിട്ടുണ്ട്. കൂന കൂട്ടിയാണ് വെച്ചേക്കണം. ഇനി ഇത് മൊത്തം സൈഡിലേക്ക് തട്ടി താത്തണം. ഇങ്ങനെയാണ് ഇവർ കൂന കൂട്ടിയേക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ഷവലുമായിട്ട് ഈ സാധനത്തിൻ്റെ 2 സൈഡിലേക്ക് മാറ്റണം. എന്നാലാണ് എനിക്ക് ഷീറ്റ് അടയ്ക്കാൻ പറ്റുള്ളൂ.